ഒരു ആകണമെങ്കിൽ മിനിമം യോഗ്യത എന്താണ്? അഭിനയശേഷിയും സൗന്ദര്യവും മാത്രമല്ല, സഹനശേഷി, പ്രഹരശേഷി ഇതൊക്കെ വേണമെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ സീരിയൽ ആക്ട്രസ് രേഖ രതീഷ്. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നടിയാണ്, നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമാണ്. ഈ രേഖ രതീഷ് വളരെ വേദനയോടുകൂടി പങ്കുവച്ച ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. രേഖയ്ക്ക് കലാമണ്ഡലം സത്യഭാമ നൽകിയ ഒരു മറുപടിയും ഞാൻ വായിച്ചിരുന്നു. എന്താണ് രേഖ രതീഷിന് സംഭവിച്ചത്? ഒരു നടി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 9 മാസം, ഏകദേശം ഒരു വർഷത്തോളമായി അവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടിയിട്ട് അവർ ഫ്ലാറ്റിൽ സ്വന്തം മകനൊപ്പം ഒതുങ്ങിക്കൂടുകയാണ്, മകന്റെ പഠനവുമൊക്കെ നോക്കി നടക്കുകയാണെന്നാണ് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ ട്രോളന്മാരും ഈ ചില ചൊറ യൂട്യൂബർമാരും ഇറങ്ങിയിട്ടുണ്ട്. അവരെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം, അങ്ങനെയൊക്കെ അധിക്ഷേപിക്കുകയാണ് ഈ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരു സ്ത്രീക്കുണ്ടാകുന്ന മാനസികമായ വേദന. ഈ അടുത്ത ദിവസങ്ങളിൽ നോക്കിയാൽ ചിന്നു പാപ്പു, അതുപോലെ അവരുടെ ആൺ സുഹൃത്ത് സന്ദേശ്, കോഴിക്കോട് ദീപക്, ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെയൊക്കെ ജീവൻ പോകാൻ കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഹരാസ്മെന്റ്, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ, അപമാനിക്കുക, ഇതെല്ലാം ഏറ്റ് മനമടുത്തിട്ടാണ് ഈ പറയുന്ന ദീപക് മരിച്ചത്. സന്ദേശിന്റെ ഈ മരണത്തിന് ഏതാണ്ടൊക്കെ കാരണം അത് തന്നെയാണ്. ചിന്നു പാപ്പു എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ മരണകാരണത്തെക്കുറിച്ച് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ രേഖ രതീഷ് പറയുന്നതിന് നമ്മൾ വില കൊടുക്കണ്ടേ? രേഖ രതീഷ് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സർക്കാർ, ബഹുമാനപ്പെട്ട സർക്കാർ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞാനിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഞാൻ മകനെ നോക്കി മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണ്. എന്നെ അധിക്ഷേപിച്ചും എന്നെ പുലഭ്യം പറഞ്ഞും എന്നെ ട്രോളിയും എന്നെ തമാശ ആക്കിയുമൊക്കെ ധാരാളം വീഡിയോകൾ യൂട്യൂബർമാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇവരെ കാരണം എനിക്ക് പൊറുതിമുട്ടുന്നു, എനിക്ക് മനസ്സമാധാനമില്ല. ഒരു പക്ഷേയെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുകയാണെങ്കിൽ, ഇതിന് ഉത്തരവാദിയായിട്ടുള്ളവർ ഇമാതിരി വീഡിയോ എടുത്ത ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, എന്നെ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. 9 മാസമായി തൊഴിലില്ലാതെ വീട്ടിലിരിക്കുക, എന്തെങ്കിലും നിക്ഷേപമുണ്ടെങ്കിൽ അതിന്റെ പലിശയൊക്കെ കൊണ്ട് മകന്റെ പഠനം നോക്കുക, വീട്ടു ചെലവ് നോക്കുക, അങ്ങനെ ഇരിക്കുന്ന വീട്ടമ്മമാരുടെ മാനസിക അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരെത്ര സെലിബ്രിറ്റി ആയാലും അവർ മനുഷ്യരാണ്. മനുഷ്യരുടെ എല്ലാവിധ അവകാശങ്ങളും ഓർക്കുന്നുണ്ട്, എല്ലാവിധ മാനസിക വികാരങ്ങളും ഓർക്കുന്നുണ്ട്. അവരെ അധിക്ഷേപിക്കുമ്പോൾ അതിന് ഒരു പരിധിയുണ്ട്. ചുമ്മാ അധിക്ഷേപിച്ചിട്ട് ഒരു സ്ത്രീ അധിക്ഷേപിച്ചത് കൊണ്ട് എന്താണ് ഈ സമൂഹ മാധ്യമങ്ങൾക്കോ യൂട്യൂബർമാർക്കോ ലഭിക്കുക എന്നതും വ്യക്തമല്ല. ഏതായാലും അവർ പറഞ്ഞത് സ്പഷ്ടമാണ്. അവരെങ്ങനെ അധിക്ഷേപിക്കുന്നു, അതിന് കാരണക്കാർ ഇവരാണ്. ഇവരെ നിലയ്ക്ക് നിർത്തണം. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മകൻ അനാഥനായി പോകും, പിന്നെ അതിന് ഉത്തരവാദികൾ ഈ യൂട്യൂബർമാരായിരിക്കും. അങ്ങനെ ഒരു വീട്ടമ്മ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാറ്റി വെച്ചാൽ ഒരു വീട്ടമ്മ ഇങ്ങനെ പരസ്യമായി പറയണമെങ്കിൽ അവർ അത്രമാത്രം അതിനകത്ത് ദണ്ണം അനുഭവിച്ചിട്ടുണ്ട്, സങ്കടം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. എന്നാൽ കലാമണ്ഡലം സത്യഭാമ പറയുന്നത്, ഇങ്ങനെ സെലിബ്രിറ്റികളെ ആക്രമിക്കുന്നത് രസമായി എടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സെലിബ്രിറ്റികളെ പാപ്പരാസികൾ എന്നൊക്കെ നമ്മൾ വിളിച്ച് കേട്ടിട്ടുള്ള മാതിരിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിങ്ങനെ പലതും പറയും. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കരുതി അവന്മാരെ എന്തിനോ വേണ്ടി തിളക്കുകയാണ് അവന്മാർ, അല്ലെങ്കിൽ അവർ പെണ്ണായാലും ആണായാലും അവരെന്തിനോ വേണ്ടി തിളയ്ക്കുന്നു. അതിന് കണ്ടിട്ട് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോഴാണ്, നമ്മൾ അതിന് ചെവി കൊടുക്കുമ്പോഴാണ് ആക്രമണം ഭീകരമാകുന്നത്, ആക്രമണം ശക്തമാകുന്നത്. ഇത് എൻ്റെ ഒരു സ്വകാര്യമായ സംഭവം പറഞ്ഞാൽ, TG മോഹൻദാസ് സാറുമായി ഞാൻ നിരന്തരം ഒരു സംവാദ പരിപാടി ചെയ്തിരുന്നു, ABC മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ. അപ്പൊ അദ്ദേഹത്തിന് അനുകൂലമായും എനിക്ക് പ്രതികൂലമായും തെറിവിളികൾ ധാരാളം വരും. തെറിവിളി. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറുമായി സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ തെറിവിളികൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞു, അതൊരു അഭിനന്ദനമായി കരുതുക. ഒന്നാമത്തെ കാര്യം, അതൊരു അഭിനന്ദനമാണ്. നിങ്ങളെ സമൂഹം വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ തെറി വിളിക്കുമ്പോൾ നിങ്ങളെ സമൂഹം വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ 2, തെറി വിളിക്കേണ്ടത് അവരുടെ അവകാശം, അവർ തെറി വിളിച്ചു കൊള്ളട്ടെ, അവരെ മനസ്സിലാക്കിക്കൊള്ളും. ഇപ്പോൾ ഫേക്ക് ഐഡിയിൽ നിന്നാണെങ്കിലും തെറി വിളിക്കുകയാണെങ്കിൽ അവരുടെ അഭിപ്രായമാണ് അവർ എഴുതുന്നത്, അവരുടെ വ്യക്തിത്വമാണ് ഈ പരസ്യമാക്കുന്നത്. അതുകൊണ്ട് അവരെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളെ അല്ല എന്ന് തിരിച്ചറിയുക. എന്ന ഈ 2 കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള തെറിവിളിയൊക്കെ ഇപ്പോഴ് ഞാൻ നിഗ്ലക്ട് ചെയ്യുകയാണ് പതിവ്. ഇതൊരു
ഇതേ പാഠം തന്നെയാണ് സത്യഭാമ ഈ രേഖ രതീഷിന് നൽകുന്നത്. നിങ്ങൾ അതിനെ നിഗ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുക. മൊബൈൽ നോക്കി യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണല്ലോ നിങ്ങൾ ഇത് കാണുന്നത്. അതൊന്നും നോക്കാതിരിക്കുക. ഇത് നോക്കാതിരിക്കുകയല്ല, നിഗ്ലക്റ്റ് ചെയ്യുകയല്ല, പക്ഷെ സമൂഹം ഇങ്ങനെ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നത് തെറ്റാണ് എന്ന ഒരു വലിയ പാഠം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അവർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ എത്ര സ്ത്രീ സുരക്ഷ പറഞ്ഞാലും, സ്ത്രീകളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലും, ഒരു സ്ത്രീയെ ഇങ്ങനെ നിരന്തരം അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ സമീപനമാണ്. അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.